ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ്. ഓക്കെ, മൈൻക്രാഫ്റ്റിലെ ആദ്യത്തെ സർവൈവൽ സീരീസാണിത്. എൻ്റെ ആദ്യത്തെ ചാനലല്ല, മൂന്നാമത്തെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഓക്കെ, ജസ്റ്റ് സർവൈവൽ, നോർമൽ, പിന്നെ ക്രിയേറ്റ്. ഓക്കെ, ജസ്റ്റ് എനിക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ വേൾഡ് അങ്ങനെ ജനറേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ വലിയ സീൻ ഞാൻ വിചാരിച്ച് സൺ സെറ്റ് നടക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് തണ്ണിമത്തങ്ങയൊക്കെ ഉണ്ട്. അതിനകത്ത് ഇവിടെ വില്ലേജ് ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ ഈ ഒരു സീരീസിൽ വലുതായിട്ടൊന്നും ചെയ്യാൻ പോണില്ല. ജസ്റ്റ് ഒന്ന് ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ജസ്റ്റ് വേറെന്തോ ഞാൻ ചെയ്യാൻ അടുത്ത എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ഈ എപ്പിസോഡിൽ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ഇതുവരെ എനിക്കറിയില്ല. ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങടിച്ച് നടക്കാം. ഈ ഒരു ചാനലിൽ ഞാൻ മാക്സിമം മൈൻക്രാഫ്റ്റ് തന്നെ കളിക്കാൻ ശ്രമിക്കാം. ചിലപ്പം ഞാൻ വേറെ ഏതെങ്കിലും ഗെയിമൊക്കെ എടുത്ത് കളിക്കും. വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഗെയിം അതിനായിട്ട് വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അതായിരിക്കും ഇച്ചിരി നല്ലത്. ഇവിടെ ഷീപ്പുണ്ട്, കൊച്ചുകുട്ടി. ഈ ഷീപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഷീപ്പിനെ തട്ടിയിട്ട് നമുക്ക് ബെഡ് ഉണ്ടാകും. അപ്പോൾ അവിടെ അതിനെ കൊല്ലണ്ട. വേറെ നോക്കാം. വേറെ ഇവിടെ ഒരു തേങ്ങ ഇല്ലടേ. ഇതെന്തോന്ന് എടാ, എന്തോ അതിൻ്റെ വണ്ടിയിൽ അങ്ങനെ ഒരു FPS ഒക്കെ ഡ്രോപ്പ് ആവുന്നു. താണ്ടി ഇവിടെ എടുത്തേ. ഇനി ഞാൻ എവിടെ പോയി ഷീപ്പിനെ ഉണ്ടാക്കും? താണ്ടി ഇവിടെ ഒരു ഷീപ്പുണ്ട്. ഇവിടെ 2 ഷീപ്പുണ്ടോ? ഇല്ലല്ലോ, ഒന്നേ ഉള്ളൂ. ഞാൻ വെച്ച് ഒന്നിൻ്റെ വണ്ടിയിൽ ഒന്നായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഇതിനൊന്ന് തട്ടട്ടെ. ഓക്കെ, അതിനെ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എടുത്ത് എനിക്കെന്തായാലും ഒരു FPS ഡ്രോപ്പ് ആവുന്ന രീതിയിൽ എന്തങ്ങനെ ഈ മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണ്ട. സ്റ്റെക്കാവുന്നു. ഇതിനെ അങ്ങ് തീർത്തിട്ട്. ഓക്കെ, ഞാൻ അപ്പോൾ അതിനെ തീർത്തിട്ടുണ്ട്. ഇവിടെ പന്നി. അപ്പോൾ നമുക്കൊരു കാര്യം ഈ മലയുടെ മണ്ടയിലോട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഈ ഒരു മല മൊത്തം നമുക്ക് ഷെയ്പ്പാക്കി എടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു ജസ്റ്റ് വലിയൊരു കൗട്ടിപ്പ അതൊക്കെ എന്തോ ജസ്റ്റ് ഒരു വലിയ വീടങ്ങോട്ട് സെറ്റാക്കി എടുക്കുക. അതായിരിക്കും ഇച്ചിരി അതായത് കടലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒരു വീടൊക്കെ ആകുമ്പോൾ സീനായിരിക്കത്തില്ലേ. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലൊരു ഇത് മൊത്തം ഷേപ്പാക്കി എടുക്കാം. എന്നിട്ടൊരു കറക്റ്റ് ഒരു ഷെയ്ഡാക്കി ഇവിടെ വില്ലേജടാ. അപ്പോൾ ആ മലയുടെ മണ്ടയിലുണ്ടാകാം. എനിക്ക് വെയിറ്റൊക്കെ വീഡിയോ റെൻ്റൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ റെൻ്റൊക്കെ ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടിയിട്ട് നോക്കാം. അത് ചെയ്യുന്നില്ല. ഓക്കെ, കണ്ടത് ആ മലയുടെ വണ്ടി ഉണ്ടാക്കാം. ആ മലയുടെ വണ്ടി അതുകൊണ്ട് അത് ഇവരെ സവാന ബയോം ടൈപ്പ്. അങ്ങോട്ട് സവാനയില്ലേ, അത് വേറെ എന്തെങ്കിലും വേണം. ആ സാധനമാണ് അതിൻ്റെ മേളം. അങ്ങോട്ട് അപ്പടെ ഉണ്ടാക്കാം സാധനം. അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. അതുകൊണ്ട് അവിടെ ഒരു ആവശ്യമുള്ളപ്പോൾ ഒന്നും കാണത്തില്ല. ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. ഇവിടെ ബെഡൊക്കെ കാണും. ഈ ചിലപ്പോൾ നമ്മുടെ എൻ്റെ ഒരു വോയിസ് ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ കേൾക്കും. നേരത്തെ എനിക്കൊരു ചാനലുണ്ടായിരുന്നു, ഡർബി ടൈറ്റൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാനലുണ്ടായിരുന്നു. അതൊക്കെ എന്തോ പറ്റി അടിച്ചു പോയി. പിന്നെ രണ്ടാമത് തുടങ്ങിയ ചാനൽ അതും അടിച്ചു പോയി. അതിൻ്റെ കൂട്ടത്തിൽ അടിച്ചു പോയി. പിന്നെ ഇതാണ് മൂന്നാമത്തെ ചാനലാണ്. ഇതെന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കും, ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഓടുന്നതായിട്ട് തോന്നും. അത് സംബന്ധിച്ച് എനിക്ക് മൈക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ഫോണിൽ കൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫാൻ കയറുന്നതിൻ്റെ സൗണ്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഫാനില്ലാതിരിക്കാൻ പറ്റില്ല. അപ്പം ഈ ഫാനിൻ്റെ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. മൈക്ക് എനിക്ക് ഈ ഫോണിലെ മൈക്ക് കുത്താനൊന്നും ഞാൻ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും തൽക്കാലം ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേറെ മൈക്ക് മേടിച്ചിട്ട് ബാക്കി സെറ്റാക്കാം. ഇവിടെ നമുക്ക് ഇത് നമ്മുടെ വീടാക്കി എടുത്താലാ? അതാണ് സെറ്റ് സ്ഥലം. പിന്നെ മണ്ടേരിയും കിടക്കാം. സീരിയസ് സ്ഥലം. അപ്പോൾ ഇത് മൊത്തം പൊളിച്ച് വീടാക്കണോ? അതൊരു രസം കാണത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നീ ആദ്യം കണ്ട സവാന ടൈപ്പ് ബയോമിറ്റി അതുകൊണ്ട് അങ്ങ് മേളിൽ അവിടെ പോയിട്ട് ഒരു വീടങ്ങ് ഉണ്ടാക്കിയെടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഞാൻ ഇപ്പോൾ കറങ്ങി മരമൊക്കെ വെട്ടാൻ ഇവിടെ പോകണം. ഇപ്പം നമുക്ക് ഈ സ്ഥലത്ത് സെറ്റാക്കി കൊണ്ടിരിക്കണം. വൈബ് സ്ഥലം. ഇപ്പം നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് ഇവിടെ എന്താ ചെയ്യാൻ, നമുക്ക് സ്റ്റോൺ മൈനിങ്ങിന് പോകാം. അതായിരിക്കും നല്ലത്. ജസ്റ്റ് ഈ വില്ലേജൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തെടുക്കണം. ഈ
അയൺ ഗോളത്തിനെ കൊല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും നടക്കത്തില്ല. എടാ അവിടെ 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 ഉണ്ടാ മരം, അവിടെ ഉണ്ടാ മരം. കുറച്ച് ആ മരം തൂക്കിയിട്ട് വരാം, അതായിരിക്കും നല്ലത്. എടാ എടാ ഓടറാ, നമുക്ക് ആ മരം തൂക്കിയിട്ട് വരാം ഗൈസ്. ആ മരം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മരമാണ് മെയിൻ തിങ്. ഞാൻ അങ്ങനെ ഏകദേശമൊക്കെ മരത്തിൻ്റെ അടുത്തൊക്കെ എടാ എന്തോടെ സ്റ്റക്കാവുന്ന ഇടയ്ക്കിടെ ഈ സീനൊന്നുമില്ല. ഓക്കെ, നമ്മളങ്ങനെ മരത്തിൻ്റെ അടുത്ത് ഏകദേശം എത്തി. നമുക്കിത് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം ഗൈസ്. ഞങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. വീട്ടൊക്കെ ഇപ്പം മൈൻക്രാഫ്റ്റ് ഞാൻ ഇപ്പോൾ കളിച്ച് തുടങ്ങിയിട്ട് 8 വർഷം ആവുന്നു. 8 വർഷം ഒന്നും കൂട്ടാം, 7 വർഷം കൂട്ടാം. 1 വർഷം കളിച്ചില്ല, എനിക്ക് ഡിവൈസ് നല്ല ഇല്ലാത്തതുകൊണ്ട് ഞാൻ കളിച്ചില്ല. ആ സമയത്തൊരു സംഭവം വന്നായിരുന്നു, ഈ വെർബഞ്ച് എന്തൊരു വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം ഞാൻ ഓണാക്കി. എനിക്ക് കയറിയപ്പോഴും ഓണായാൽ കിടന്നത്. ഇതാ എൻ്റെ സീഡ് കേട്ടോ, വേണമെങ്കിൽ പോയി നോക്കിയോ. ഇല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റീവ് വെച്ച് കളിക്കുന്നു, ഡയമണ്ട് അവിടെ കൊണ്ടിട്ടെന്നൊക്കെ പറയാം. ഷോ കോർഡിനേറ്റൊക്കെ ഓണാക്കിയിട്ടെ. ഓക്കെ, ഈ ഒരു വിഷ്വൽസ് ഓണാക്കിയിട്ടപ്പോൾ മുഖ്യയുടെ ആ മൂന്ന് സെറ്റ് ഗ്രാഫിക്സ് അടിച്ചു ഇല്ല അടിച്ചത് സെറ്റ് ഗ്രാഫിക്സാണ്. പക്ഷേ ഇതിട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി ഗ്ലോ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കളിക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിട്ട് കളിക്കാം. നിങ്ങൾക്കിപ്പോൾ എങ്ങനെ കാണുന്നതിന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരുമാതിരി ഒരു ഇതില്ല, ഒരു മങ്ങിയ ഫീല് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാത്തത്. എനിക്ക് ഫാൻസിയാണ് നല്ലതെന്ന് തോന്നി. അതാകുമ്പം വലിയ ലാഗും കാര്യങ്ങളും ഇപ്പോഴും ഒരു ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കുണ്ട്. അത് ഗെയിമിൻ്റെ സ്റ്റക്കാണ്, ഫോണിൻ്റെ സ്റ്റക്കല്ല. അപ്പോൾ നമുക്ക് ഈ മരമൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് വേണ്ട ടൂൾസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട വുഡ് ഒരു 20 വുഡ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി താഴോട്ട് പോയിട്ട് സ്റ്റോൺ ഒന്ന് മൈൻ ചെയ്തെടുക്കണം. സ്റ്റോണും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാക്സും ആക്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് സീനാക്കി എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റോണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു സെറ്റൊരു വീടുണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയിൽ നമുക്ക് സെറ്റൊരു ഫാം ഉണ്ടാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്കത് അപ്പം ആലോചിക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റോണിൻ്റെ പിക്കാക്സ് എൻ്റെ ഉണ്ട്, ഒരു ആക്സ് സെറ്റാക്കാം. എന്നിട്ട് കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് വരണ്ടല്ലോ. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, ഇപ്പം 12 മണി ആവുന്നു, 12:08 ആവുന്നു. ഇപ്പം ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുകയാണ്. നൈറ്റ് ആയതുകൊണ്ട് വലിയ സീനില്ല. ഇത് എന്തായാലും പിറ്റേ ദിവസമേ വരത്തുള്ളൂ. നിങ്ങളിത് പിറ്റേ ദിവസമായിരിക്കും കാണുന്നത്. അയ്യോ സന്ധ്യയായി, പിറ്റേ ദിവസമായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഇങ്ങനെ തന്നെ അങ്ങ് പോകും തോന്നുന്നു കേട്ടോ. നിങ്ങളെന്തായാലും ഈ ഒരു വീഡിയോ പിറ്റേ ദിവസമായിരിക്കും കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഇതെന്താ സംഭവം വൈറ്റ് എന്തൊരു ഒരു വെള്ള സാധനം ഇവിടെ, ഈ വെള്ള ഇതൊക്കെ എന്തോ ഒരുമാതിരി തിളങ്ങുന്ന ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കുറേ നാളായി കളിച്ചിട്ട്. ഡിവൈസ് സെറ്റ് എല്ലാം ഞാൻ കളി നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കംബാക്ക് അടിച്ചിരിക്കുന്നു. കഴിച്ചൊരു ബിഗ് പ്രോബ്ലം പറ്റി. നമ്മളിങ്ങ് വന്നപ്പോഴേക്ക് നൈറ്റായി പോയി. നമ്മൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറി ഇരിക്കാം. ഈ വീട്ടിൽ ബെഡില്ലൊക്കെ ഓക്കെ. അപ്പം നമ്മുടെ ആദ്യത്തെ മരണം നമ്മുടെ ക്രീപ്പർ. ഇതായിരുന്നടാ എൻ്റെ വീട്. ഞാൻ മറ്റേതാ എൻ്റെ വീടെന്ന് പറഞ്ഞ് കയറി പെട്ടെന്ന് എണീറ്റ് രാവിലെ സുറന്ന് പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് സുറന്ന് ഇങ്ങ് വരാം. അതായിരിക്കും നല്ലത്. പെട്ടെന്ന് എടാ അതുകൊണ്ടാ സാധനം ഞാൻ കിടക്കുന്ന എൻ്റെ സാധനങ്ങൾ. ഞാൻ വിചാരിച്ചെല്ലാം ഇപ്പം മാഞ്ഞു പോകുമെന്ന് വിചാരിക്കും. അതുകൊണ്ട് എൻ്റെ വുഡ് ഈ സാധനം ഡെഡായി പോകും കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വീടുണ്ടാക്കാൻ ശരി, ഈ സീരീസിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വീടുണ്ടാക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് വീടുണ്ടാക്കുന്ന അടുത്ത എപ്പിസോഡിൽ വീടുണ്ടാക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ. ആ സംഭവം നമ്മളിപ്പം എൻ്റെ വീട് ഏതായിരുന്നടാ? ഇങ്ങോട്ടായിരുന്ന അല്ല, ഈ ഒരു വീട് ഏതായിരുന്നു? ഞാൻ എൻ്റെ വീട് മറന്നു പോയി. പിന്നെ മണ്ടയിലാണ് തന്നു. അപ്പോൾ അത് വീട് നമുക്ക് അങ്ങോട്ട് പോകാം.
അടുത്ത സീരീസിൽ ഞാൻ എന്തായാലും ഒരു സെറ്റ് വീട് എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ അറിയില്ല. അത് മെയിൻ കാര്യം. ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് എനിക്ക് മാക്സിമം വീടുണ്ടാക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചിലപ്പോൾ ബെഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നെന്നിരിക്കും. അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യും. അവിടെ എൻ്റെ വീട് ഏതായിരുന്നു? അതാണ് എൻ്റെ വീട്. ഞാൻ വീട് കാണാതായി. ജസ്റ്റ് കോർഡിനേറ്റ് 91 78 77 ഒക്കെ സീനില്ല. അപ്പം അങ്ങനെ എനിക്ക് ചെയ്യുന്നത്, ഞാൻ വേറൊരാളുടെ വീഡിയോ നോക്കി ട്യൂട്ടോറിയൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ അറിയില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് എന്തായാലും ആ ഒരു മലയില്ലായിരുന്നു, ആ ഒരു മല നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കണം. ആ ഒരു മല നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കണം ഫസ്റ്റ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഫർണസ് കൂടെ വേണമല്ലേ നമുക്ക്. ഓക്കെ, ഫുഡാണ് ഗൈസ് ഇപ്പോൾ മെയിൻ വിഷയം. ഞാൻ ഇവിടെ ചെറുതായിട്ടൊരു ചെസ്റ്റ് ഉണ്ടാക്കി. ചെസ്റ്റിനകത്ത് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി. പിന്നെ ബ്രെഡ് സെറ്റാക്കി. നേരത്തെ നമ്മളൊരു അവിടെ നിന്നൊരു സാധനത്തിൻ്റെ പേരെന്തുവാ, എനിക്ക് ഇത്രയും നാൾ കളിച്ചിട്ട് ഈ സാധനങ്ങളിലൊന്നും പേര് ശരിക്കും അറിയില്ല. അതാണ് ഈ സാധനം വെച്ച് കുറച്ച് ബ്രെഡ് അങ്ങോട്ട് ഉണ്ടാക്കി. ഇനി നമ്മൾ നേരെ ആ മലയിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാണ് എക്സ്പ്ലോർ ചെയ്യാൻ. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കൊയലയുണ്ട്. ഐ മീൻ കോൾ. ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് തീ കത്തിക്കാം. അങ്ങനെ എന്തെങ്കിലും അതായത് നമ്മുടെ ഈ ഫർണസിലിട്ടിട്ട് നമ്മൾ ഈ അയണൊക്കെ സ്മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനം നിങ്ങൾക്കറിയാലോ ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ജസ്റ്റ് ഈ മലയൊന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കണം. ഓക്കെ. എടാ അങ്ങോട്ട് സവാന ബയോമാടാ. ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? അങ്ങോട്ട് സവാന ബയോമാ. കണ്ട നമ്മൾ നേരത്തെ അവിടെ നോക്കി ആ ഒരു മരം, ഒരു വളവില്ലായിരുന്നു ആ മരത്തിന്. സവാന ഭയം കണക്കുണ്ടല്ലേ. ഇവിടെ അല്ല, അപ്പർ സൈഡ്. നമുക്ക് ഇവിടെ വീടുണ്ടാക്കിയാല. ഇവിടെ ഈ കല്ലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നികത്തിയിട്ട് അതാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ വില്ലേജ് കാണാം. ഇവിടെ നിന്ന് താഴോട്ട് തന്നെ കുഴിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുളിച്ചിട്ടൊക്കെ ഇപ്പത്തിരി കാര്യമൊന്നുമില്ല. ജസ്റ്റ് പോയിട്ട് താണ്ട് ഇപ്പുറത്തും വെള്ളമുണ്ട്, അപ്പുറത്തും വെള്ളം. 3 സൈഡിലും വെള്ളം. ഇവിടെ ഇന്ത്യ പോലെ 3 സൈഡിലും വെള്ളം. ഈ സ്ഥലം എടുക്കണോ അങ്ങ് മേളെടുക്കണോ? അങ്ങ് മേളിൽ നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ട് സ്റ്റെപ്പ് പണിയുന്ന പാടേ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റാക്കാം. നമുക്ക് ആ മേളിൽ പോയിട്ട് മേളിലത്തെ കാര്യം ഒന്ന് ജസ്റ്റ് സെറ്റാക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടത്തെ ഒരു സവാന ബയോ കണക്കത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ കണ്ടോ ഒരു സവാന ടൈപ്പ് ബ്ലാക്ക് ഷീപ്പ്. ഇവിടെയൊക്കെ ഒരുമാതിരി സവാന ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. കേട്ടോ, നമുക്ക് ഈ ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് പണിയുന്നതാണ് നല്ലതെന്നാണ് നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ. ആ ഒരു ടോപ്പ് ലെയറിപ്പ അയണല്ലേ ഇത്? എനിക്ക് ആ അയൺ പോയി നമുക്ക് തൂക്കിയിട്ട് വരാം. എനിക്ക് എടാ അത്ര അയണം. അതിനകത്ത് ഇച്ചിക്കൂടെ അയൺ ഉണ്ടായാലും സെറ്റ്. നമുക്കൊരു ഫുൾ ആർമർ ഉണ്ടാകാം. ഫസ്റ്റ് നമുക്ക് ഇത് വെച്ചിട്ടൊരു ഷൂ അങ്ങ് ഉണ്ടാക്കാം. ഇത്ര സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷൂ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതായിട്ടങ്ങ് വരാം. അതായിരിക്കും നല്ലത്. ഒറ്റയ്ക്ക് എൻ്റെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ അയൺ ഗോളും കൂടെ ഉണ്ട്. അതിനും കൂടെ ഒന്ന് തട്ടിക്കളയാം. അങ്ങനെ നമ്മൾ ടോപ്പ് എത്തിയപ്പോഴേക്ക് സന്ധ്യ. അത് സ്കെൽറ്റനാണോ അത്? ഇല്ല, സ്കെൽറ്റൻ അല്ല, എനിക്ക് സ്കെൽറ്റനാണ്. ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചങ്ങ് സുറന്ന് എടുത്തിട്ട് നേരെ വീട്ടിൽ പോകാം. ഇനി ഇവിടെ നിന്നാൽ എന്തായാലും നമ്മൾ ശരിയാവത്തില്ല. സൺസെറ്റ് ഞാൻ സൺറൈസ് എല്ലാം കൂടെ തിരിഞ്ഞു പോയി. വിട്ടോ ഞാൻ എടാ അവിടെ അയൺ ഉണ്ടാകുന്നു എനിക്കിത്. ഓക്കെ എടാ വെയിറ്റ്. അപ്പോൾ അതായിട്ടുണ്ട് നമുക്ക്. ഞാൻ ഒറ്റ കട്ട പൊട്ടിച്ച് ഞങ്ങൾ നേരെ താഴെ പോയില്ലേ. ഒരാളുണ്ടല്ലോ അവിടെ സ്കെൽറ്റൻ. ഞാൻ ഡെഡ്. നമുക്കിപ്പോൾ നേരെ പോയിട്ട് നമ്മുടെ വീട്ടിൽ കയറുക സുഖം ഓർക്കണം. നിൽക്കി. അയ്യോ മറ്റേ ക്രീപ്പർ. ഞാൻ ചത്തു. ക്രീപ്പർ ചാടി കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം ചത്തു കേട്ടോ. ക്രീപ്പർ വന്നാൽ ചത്ത്. എൻ്റെ അത്ര പറയുള്ളൂ. ക്രീപ്പറാണിപ്പോൾ ഇവിടെ മെയിൻ. നേരത്തെ ഞാൻ വീട്ടിൽ അങ്ങോട്ട് കയറി ഇറങ്ങിയപ്പോൾ ടെസ്റ്റ് മഞ്ഞ് പൊട്ടി. എനിക്കിതൊക്കെ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ മാറ്റി. ഞാൻ ബെഡ് കാര്യങ്ങളൊക്കെ മേളിലോട്ടാക്കി കേട്ടോ. ഞങ്ങൾ കാണിക്കാൻ പറഞ്ഞുപോയി. ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഓണാക്കി തരുന്നു. അപ്പോൾ ആരും എന്നെ വിളിച്ച് എനിക്ക് റിങ് ഒന്നും അടിച്ചില്ല.
കോള് വന്നപ്പോൾ ഫുള്ള് ബ്ലാക്കായി പോയി. അത് കാരണം ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ മേളിൽ ആണ് ബെഡും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിലെന്തായാലും വലുതായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടം കൊണ്ട് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടം കൊണ്ട് നിർത്തണോ, ഇനി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇനി വലുതാവും. ഫസ്റ്റ് വീഡിയോ തന്നെ ഇത്രയും വലുതാക്കി കിട്ടി കഴിഞ്ഞാൽ ആര് കാണാൻ. നമുക്കൊരു കാര്യം, നമുക്ക് വേണ്ട ആർമർ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ അയൺ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം, കുറച്ചും കൂടെ ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അയൺ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 6 അയണുണ്ട്. പിന്നെ 6 അയൺ വെച്ചിട്ട് നമുക്ക് ഷൂ ഉണ്ടാക്കണോ, മറ്റേ തലയിടുന്ന സാധനം ഉണ്ടാക്കണോ, ഷീൽഡ് ഉണ്ടാക്കണോ എന്ന് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അത് ബക്കറ്റ് ഉണ്ടാക്കണം. നമുക്കൊരു ഹെൽമെറ്റ് അങ്ങ് ഉണ്ടാക്കി കളയാം. എന്ത് പറയുന്നു, ഹെൽമെറ്റ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ തലയിൽ അണിയാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഹെൽമെറ്റ് അങ്ങനെ നമ്മൾ തലയിൽ അണിഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിലേ എനിക്ക് നോക്കട്ടെ. മറ്റേ താഴെ അയൺ ഗോളം ഇല്ലായിരുന്ന, അതിനെ തൂക്കിയിട്ട് വല്ലതും ഉണ്ടാക്കാം. വേണ്ടത് എനിക്ക് അടാ ഇതിനകത്ത് വയ്ക്കാൻ പോകത്തില്ല, ഡയറക്റ്റ് പുല്ലിനകത്ത് വെക്കണോടാ. ചത്ത് പുല്ലിനകത്ത് വയ്ക്കും. ഓക്കെ. അയ്യോ, അത്രയും വേണ്ടായിരുന്നു, 2 കുറയ്ക്കായിരുന്നു. ഇനി എനിക്ക് അടിക്കാൻ ഒക്കത്തില്ല. ഓക്കെ, നമ്മളെന്തായാലും ആ ഒരു അയൺ ഗോളത്തിനെ തീർത്തിരിക്കുന്നു. നമ്മുടെ ഇപ്പം വീണ്ടും 12 ഡയമണ്ട് 12 അയൺ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6 കാണുന്നില്ല ഗൈസ്. അത് ആ 6ാമത്തെ സാധനം നമ്മുടെ തലയിലിരിക്കുന്നു ഗൈസ്. ഒന്നാമത്തെ നമുക്കിപ്പം ചത്ത്. അപ്പോൾ നമ്മുടെ 2ാമത്തെ മരണം, ഡേ 1 മരണം, ഡേ 2 മരണം, ഡേ 3 മരണം ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കുക. സ്കെൽട്ടൺ സ്പീഡ്സ് ആർ ഷോർട്ടഡ് ബൈ സ്കെൽട്ടൺ. ഓക്കെ, നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ തൂക്കിയിട്ട് മറ്റുള്ള അവനെയും തൂക്കിയിട്ട് ഇങ്ങ് വരാം. കൊണ്ടുപോകണം അതിൻ്റെ സാധനങ്ങൾ. എനിക്ക് അവനെ ഞാൻ പോയി ഫസ്റ്റ് തൂക്കട്ടെ. ഓക്കെ, അവനെ തീർത്തിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു ഗൈസ്. ഇവിടെ നമുക്കൊരു നല്ലൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് വെച്ചിട്ട് ഇതൊന്ന് സ്മെൽറ്റ് ആവാത്തേ. ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു ഇതെന്ത് സ്മെൽറ്റ് ആവാത്തേ. ഞാൻ വുഡ് വെച്ച് നോക്കി, കോള് വെച്ച് നോക്കി, ഒന്നും വർക്കാവുന്നില്ല. ഇവിടെ തീ കത്തുന്നില്ല. അതെന്താണ് അങ്ങനെ? ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ. ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ മറന്നു വേടാ, ഇത് ഓൾറെഡി സ്മെൽറ്റഡ് ആണല്ലോടാ. നാണക്കേട് തന്നെ, എന്തൊരു പണ്ടരടേ ഞാൻ. എന്തായാലും നമ്മൾ ഈ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറയാം, ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതായിരിക്കും ബൈ.